ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടേ ഒന്ന് കണ്ടു നോക്ക്. ദൈവം എന്നൊരു ശക്തി ഉണ്ടാക്കി ഇവൾക്ക് കൂലി കൊടുക്കും. ഒരു പെൺപിള്ളേർ ഒരു തള്ളമാരെ ഇങ്ങനെ കരയിക്കാൻ നോക്കരുത്. ഒരു അച്ഛനും അമ്മയും നെഞ്ചുപൊട്ടി കരയുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. കണ്ടില്ലേ? ആ അച്ഛൻ്റെ ദയനീയമാർന്ന മുഖം കണ്ടല്ലോ, ആ അമ്മയുടെ കരഞ്ഞ് 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 വാടിയ മുഖം കണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ കരച്ചിലിന് ഒരേ ഒരാളാണ് കാരണക്കാരൻ. അതാരായിരിക്കും അല്ലേ? അവരുടെ മകൻ തന്നെയാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ മകനാണ് ഈ കരച്ചിലിന് കാരണക്കാരൻ. ഞെട്ടിയോ? ഞെട്ടണ്ട, അവൻ തന്നെയാണ് ഇതിന് ഉത്തരവാദി. ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു മാസത്തിനിടയ്ക്ക് ഇത് 4ാമത്തെ ഒരേപോലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. എല്ലാം സെയിമാണ്. കഥാപാത്രങ്ങൾ മാറുന്നു, സ്ഥലം മാറുന്നു, പേര് മാറുന്നു, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കാമുകി തേച്ച് കാമുകൻ്റെ ഒരു മുഴം കയറി തൂങ്ങിച്ചത്ത്. എന്തോ കാര്യം, എന്തോ കാമുകി തേച്ച്, വേറെ നിവൃത്തിയില്ല, എനിക്ക് ചത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ കാമുകെല്ലാം കൂട്ടത്തോടെ ചാവുകയാണ്. അങ്ങനെ ഇത് 4ാമത്തെ കഥയാണ് ഇത് പറയാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉള്ള സമയത്ത് ഈ കാമുകനും കാമുകയും ഭയങ്കര സ്നേഹമാണ്, കെട്ടിപ്പിടുത്തമാണ്, ഒരുമിച്ച് ജീവിക്കുന്നു, അപ്പനും അമ്മയോടൊക്കെ അനുവാദം ചോദിക്കുന്നു. അങ്ങനെ മുടിഞ്ഞ പ്രേമം കല്യാണം വരെ നടക്കുന്ന എല്ലാവരും വിചാരിക്കുകയാണ്. അങ്ങനെ ഉള്ള സമയത്ത് ഈ കാമുകി അവൻ്റെ എല്ലാം പിഴിഞ്ഞ് 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 ഇങ്ങനെ എടുക്കുകയാണ്. പശുവിൻ്റെ എല്ലാം കടക്കുന്ന പോലെ അങ്ങ് പിഴിഞ്ഞെടുക്കുകയാണ്. അവസാനം പുതിയൊരു നല്ല ചുള്ളനെ കണ്ടപ്പോഴത്തേക്ക് ഇവനെ തള്ളിക്കളയുന്നു, അവനോടൊപ്പം ഇറങ്ങി പോകുന്നു. നമ്മുടെ കാമുവിന് സഹിക്കാൻ പറ്റുമോ? ചങ്ക് പൊട്ടി അവൻ്റെ എല്ലാം തേച്ചുകൊണ്ട് അവൾ പോയിരിക്കുന്നത്. അവൻ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥ, ഇരുട്ടുമുറിയിരിക്കുന്നു, ഊണില്ല, ഉറക്കമില്ല, അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥ. ഇനി ജീവിക്കണ്ടെന്നും പറഞ്ഞ് ഈ പണ്ടാരം പിടിച്ചവൻ കെട്ടി തൂങ്ങിച്ചാവുന്നു. കഥ അവിടെ തീരുന്നു. ആലോചിച്ച് നോക്കി, ഈ മരിച്ച പിള്ളേർക്കെല്ലാം പ്രായം വരെ 25, 26, 30 വയസ്സിനിടയ്ക്കാണ്. ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത പ്രായത്തിലാണ് ഈ ഒരു കൊടുംചതിയൊക്കെ കാണിക്കുന്നത്. എല്ലാം വിദ്യാഭ്യാസമുള്ള പിള്ളേർ കേട്ടോ. സി എക്കാരുണ്ട്, നല്ല കാണാൻ കൊള്ളാവുന്ന പിള്ളേരുണ്ട്, നല്ല കുടുംബത്തിൽ പിറന്ന പയ്യന്മാരുണ്ട്. അവന്മാരൊക്കെയാണ് ഈ വിഡിത്തം കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, വല്ല കാര്യമുണ്ടോ? നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്താണ് പറ്റിയത്? അത്രയും മനക്കെട്ടില്ലാത്ത പിള്ളേരാണ് നമ്മുടേത്. ഒന്നും എനിക്കറിയാൻ വയ്യ. എന്തായാലും അമ്മാതിരി ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾ വിചാരിക്കും, ഓ ഇത് പഴയ കഥ തന്നെ കേട്ടോ, പേര് മാത്രമേ മാറ്റുന്നുള്ളൂ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ശരിയാണ്, പേരും നാളും ഈ സ്ഥലവും അമ്മയുടെ അച്ഛൻ്റെ രൂപം മാത്രമേ മാറുന്നുള്ളൂ. കഥ ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട്. അതാണ് വലിയൊരു ട്വിസ്റ്റ്. അത് നിങ്ങൾ കാത്തിരിക്കുക, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. എന്തായാലും നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ കഥയിലെ നായകന് വയസ്സ് വെറും 21 ഉള്ളൂ. പേര് അഭിജിത്ത്. കണ്ടല്ലോ, ഈ പാവപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെയും മൂത്ത മകനാണ്. ഇവരുടെ രൂപം കണ്ടല്ലോ, ചെറിയൊരു വീട്ടിലാണ് ഈ മകൻ ജനിച്ചത്. അങ്ങനെ ഈ മകനെ ഈ അച്ഛനും അമ്മയും നല്ലതുപോലെ പഠിപ്പിക്കുവാണ്. പാവ ഈ അമ്മ വീട്ടുവേല ചെയ്തും അച്ഛൻ കൂലിപ്പണി ചെയ്തൊക്കെയാണ് ഈ 2 മക്കളെയും വളർത്തിയത്. അങ്ങനെ മൂത്ത മകനായ അഭിജിത്തിനെ CA വരെ പഠിപ്പിച്ചു. അങ്ങനെ പഠിക്കാൻ നല്ല മിടുക്കനാണ് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തല കുനിച്ച് പോകുന്ന പാവപ്പെട്ട ഒരു സ്വഭാവക്കാരൻ. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഒരാളോട് പോലും എതിർത്ത് പോലും സംസാരിക്കാത്ത പച്ച പാവമാണ് ഈ പയ്യൻ. അങ്ങനെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് 2.5 വർഷം മുൻപ്, അതായത് ആ പയ്യൻ അപ്പോൾ 18 വയസ്സേ കാണത്തുള്ളൂ, ആ സമയത്ത് ഒരു 17 വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് ഡിങ്കോൾഫി തുടങ്ങിയാണ്. നല്ല പ്രായമില്ലേ, കൗമാര പ്രായമില്ലേ? ആ പ്രായത്തിലാണല്ലോ നമുക്ക് എന്തിനോട് ആകർഷണം തോന്നുന്ന പ്രായം. നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കണ്ടവർ നോക്കും. ഒരു പ്രത്യേക ഒരു പ്രായമാണത്. അത് അനുഭവിച്ചവർക്ക് അത് അറിയത്തുള്ളൂ. അങ്ങനെ ആ പ്രായത്തിൽ ഒരു പ്രേമത്തിലേക്ക് ഈ പയ്യൻ വീഴുകയാണ്. അങ്ങനെ മുടിഞ്ഞ പ്രേമമാണ്. ഈ പയ്യൻ്റെ വീട്ടിൽ ആ കാര്യമൊക്കെ അറിഞ്ഞു. പക്ഷേ ഈ പയ്യൻ്റെ വീട്ടുകാരൊക്കെ അതിന് മൗന അനുവാദം കൊടുക്കുകയാണ്. അവൻ്റെ ഇഷ്ടമല്ലേ, ഇനി അവൻ എതിർത്ത് കഴിഞ്ഞാൽ വല്ല കടുങ്കൈ കാണിച്ചാലോ എന്ന് വിചാരിച്ചു. ശരി മോനെ, നിനക്ക് ഇഷ്ടമുള്ളവളെ വിളിച്ചുകൊണ്ട് വാ, ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഈ പയ്യൻ്റെ അച്ഛൻ അതിന് ഉറപ്പ് കൊടുക്കുകയാണ്. ആ ബന്ധത്തിന് എല്ലാ സപ്പോർട്ടും കൊടുത്ത് നിൽക്കുകയാണ് നമ്മുടെ അഭിജിത്തിൻ്റെ കുടുംബം. മോനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ വിളിച്ചോണ്ട് വാടാന്ന് വരെ പറഞ്ഞു. ആദ്യമൊന്നും അവൻ പറഞ്ഞിട്ട് അവൻ പിന്മാറാത്തോണ്ട് പിന്നെ നമ്മൾ കൂടുതൽ അമ്മ എനിക്ക് പേടിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മ നഷ്ടപ്പെടരുത് എന്നാണ് ഞാൻ വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. വല്ലതും പറഞ്ഞ മക്കൾ ആത്മഹത്യ ചെയ്തറിയൂ, അത് പേടിച്ചാണ് ഞാൻ പറഞ്ഞത്. 2.5 വർഷം നീളുന്ന ആ മുടിഞ്ഞ പ്രേമം ഇങ്ങനെ എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ മെനയുന്ന, കുട്ടികളെ പറ്റി വരെ അവർ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. അതിനിടയ്ക്ക് ചെറുക്കൻ ചെറിയ ജോലിയിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞു. എന്തൊക്കെയോ ഹോട്ടൽ ജോലിയൊക്കെയാണ്. ആ കിട്ടുന്ന പൈസ മുഴുവനും കാമുകിക്ക് കൊടുക്കുകയാണ്. എല്ലാ കഥയിലുള്ള ആ സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. കാമുകി ഇങ്ങനെ ഊറ്റി അവനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ കഷ്ടപ്പെട്ട പൈസ 3/4 ഭാഗം എവളാണ് തിന്നത് ഈ 2-2.5 വർഷം കൊണ്ട്. ആ കണക്കിനായിരുന്നു. അവൻ എന്തൊരു ജോലിക്ക് കയറ്റിറങ്ങി, നീ കല്യാണ വർക്കിന് അങ്ങനെയുള്ളതിനൊക്കെ ആരെങ്കിലും വിളിക്കുന്നത് അതിനൊക്കെ അവൻ പോകുമായിരുന്നു. ചെറുക്കൻ്റെ അസ്ഥിയിൽ പ്രേമം പിടിച്ചു കേട്ടോ. ഈ സാധനം അസ്ഥി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊരി വരാൻ വലിയ പാടാണ്. അവനിപ്പോൾ പഠിത്തമില്ല, ഊണില്ല, ഉറക്കമില്ല, എപ്പോഴും അവളെ പറ്റിയുള്ള സുരഭില ചിന്തകൾ മാത്രം. ഇവളെന്തോ ചെയ്യുന്നറിയാമോ? ഒരുപാട് വാഗ്ദാനങ്ങൾ ഇവന് കൊടുക്കുകയാണ്. കെട്ടുവാണെങ്കിൽ ചേട്ടനെ മാത്രം ഞാൻ കെട്ടത്തുള്ളൂ, ചേട്ടനില്ലെങ്കിൽ ഞാൻ ഈ അടുത്ത വരുന്ന വണ്ടി മുമ്പിൽ ചാടിച്ചാവും എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ മനസ്സിലേക്ക് ഇടിച്ച് വിളി കയറുകയാണ്. അതിനിടയ്ക്ക് ഇവൻ്റെ പൈസയൊക്കെ ഊറ്റുന്നതിന് കൂടാതെ തന്നെ ഒരുപാട് യാത്രകൾ ഈ പയ്യനോടൊപ്പം ചെയ്യുകയാണ്. ഒരു വലിയ ആൽബം തന്നെ, ഇവരുടെ യാത്രയുടെ ഒരു ആൽബം തന്നെ ഇവന് ഗിഫ്റ്റായിട്ട്
ബർത്ത്ഡേക്ക് സമ്മാനിക്കുകയാണ്. ഇതെല്ലാം കിട്ടിയപ്പോൾ തന്നെ വീട്ടുകാർ ഉറപ്പിച്ച് അവൾ ഇവൻ്റെ ആയിരിക്കും, എന്തായാലും ഇനിയിപ്പോൾ കണ്ണടച്ചങ്ങ് സമ്മതിക്കാം, കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഈ രണ്ടുപേരെയും വീട്ടുകാരിങ്ങനെ അനുഗ്രഹിച്ച് ആശ്രവദിക്കുകയാണ്. ഇതുമായി ആത്മഹത്യ ചെയ്യണതിന് ഒരു 2-3 ആഴ്ച മുമ്പാണ് ഞാൻ കാണുന്നത്. അവളിങ്ങനെ കൊടുത്തതാണെന്ന് പറഞ്ഞ്. കാരണം ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, അവർ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളതെല്ലാം. അത്രത്തോളം ഇഷ്ടത്തിലായിരുന്നു. നമ്മുടെ പെങ്കൊച്ചു ഇപ്പോൾ പഴയ +2കാരി ഒന്നുമല്ല കേട്ടോ, അവളിപ്പോൾ ഡിഗ്രിക്കാരിയാണ്. അവൾ പുതിയ ആൾക്കാരെ കാണുന്ന കുറച്ച് പക്വതയൊക്കെ ആയി. അയ്യോ ഞാൻ തിരഞ്ഞെടുത്ത് വളരെ മോശമായി പോയി എന്നുള്ള തിരിച്ചറിവൊക്കെ ഈ പെൺകുട്ടിക്ക് വരികയാണ്. ഇപ്പോൾ അവനൊരു പുജ്ഞം വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിഗ്രിക്കാരനായ ഒരു പയ്യൻ ഇവൾ കണ്ടുമുട്ടുന്നത്. പൈസക്കാരനാണ്, മറ്റവനേക്കാൾ ഇവൻ ഹൈറ്റുണ്ട്, വെളുപ്പുണ്ട്, ചുരുണ്ട മുടിയുണ്ട്, കുരുവിക്കൂടുണ്ട്, വെളുത്ത പാൻറ്റുണ്ട്, ഷൂസൊക്കെ ഉണ്ട്. എനിക്കിത് മതി, മറ്റോ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് അവളിങ്ങനെ വരികയാണ്. എന്തായാലും അവൾ ഒരു കാര്യം ഉറപ്പിച്ചു, എനിക്ക് ആ മണ്ണുണ്ണിയെ വേണ്ട, ഈ പുണ്ണുണ്ണിയെ മതി. അവിടെ ചെന്നപ്പോൾ അവൾ വേറൊരു പയ്യനുമായിട്ട്, മുസ്ലിം പയ്യനുമായിട്ട് കമ്പനിയായി. അതായപ്പം എൻ്റെ മോനെ അവൾ ഒഴിവാക്കാൻ നോക്കി. അറിഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടും പ്രശ്നമായത്. പക്ഷെ ഇത്രയും രൂക്ഷമായത് എൻ്റെ മോൻ എൻ്റെ കൂടെ പറഞ്ഞില്ല. നമ്മുടെ ചെറുക്കൻ തകർന്നു കേട്ടോ. എങ്ങനെ തകരാതിരിക്കും? അവൻ സ്നേഹിച്ച് പൊന്നുപോലെ ഉള്ളം കൈ കൊണ്ടു കിടന്ന പെൺകുട്ടി വേറൊരുത്തരോടൊപ്പം ചുറ്റിക്കറങ്ങി ഐസ്ക്രീം കുടിക്കുന്നു. ഒരു കാമുകന് സഹിക്കാൻ പറ്റത്തില്ല. അഭിജിത്തിന് ഇപ്പോൾ ഊണില്ല, ഉറക്കമില്ല, എപ്പോഴും ഒറ്റ ഇരിപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു കാമുകനെ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അവൻ പൂർണ്ണമായിട്ടും തകർന്നു. പിന്നൊന്നും ചിന്തിച്ചില്ല. അവൻ എന്ത് ചെയ്തറിയാമോ? ഉത്തരത്തിൽ കെട്ടി തൂങ്ങി ചത്തു. എല്ലാ കഥയിലെയും നായകനെ പോലെ ഈ പയ്യനും തൂങ്ങി മരിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്ക്, ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. മൂത്ത മകനാണ്, ഒരുപാട് പ്രതീക്ഷയുണ്ട്, CA പഠിക്കുവാണ്. അവൻ പഠിച്ചിട്ട് വേണം ഞങ്ങൾ രക്ഷപ്പെടാൻ. കൂലിവേല ചെയ്യുകയാണ് അമ്മ, വീട്ടുജോലിയൊക്കെ ചെയ്യുന്നൊരു അമ്മയുടെ അവസ്ഥ അറിയാമല്ലോ. അപ്പോഴും മകൻ രക്ഷപ്പെടുമ്പോൾ ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്നുള്ള ചിന്തയിൽ ആ മകനെ നോക്കി നിൽക്കുന്ന ആ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ അവൻ നിൽക്കുന്നത്, തൂങ്ങി നിൽക്കുന്ന കാഴ്ച ഏതൊരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഏതൊരച്ഛനും സഹിക്കാൻ പറ്റും? അവൻ്റെ അനിയനാണ് അത് അറുത്തിട്ടത്. അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അവനെ വിളിച്ചളത്തി നമ്മൾ രണ്ടുപേരും കൂടെ ചെന്ന് നോക്കുമ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു സ്വന്തം തന്തയ്ക്ക് അങ്ങനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. എൻ്റെ ഇളയ കൊച്ചാണ് അവർ കണ്ടിച്ചിട്ടത്. അവളായിട്ടാണ് ഇപ്പം എൻ്റെ കൊച്ചിനെ ഇങ്ങനെ തീർത്തത്. അവൾ പിന്മാറിയതിൻ്റെ പേർക്കാണ് ഇവങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യൂലായിരുന്നു എൻ്റെ മോൻ. അത്രയ്ക്കൊരു പാവം ഒരുങ്ങുമായി. വീട്ടുകാർക്ക് എന്തായാലും കാര്യം മനസ്സിലായി. വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, നാട്ടുകാരായിട്ടൊന്നും ഒരു വിഷയമില്ല. വിഷയം ഉണ്ടാവണമെങ്കിൽ അത് എവിടെ നിന്ന് വരണം? കാമുകിയുടെ ഭാഗത്ത് നിന്ന് വേണം. അവൾ പൂർണ്ണമായിട്ടും ഇവനെ ഒഴിവാക്കി. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഈ അച്ഛനും അമ്മയും രാത്രിയിലൊക്കെ ഇങ്ങനെ കിശകിശക്കുന്ന ശബ്ദമൊക്കെ രാത്രി സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അവർ ദൃക്സാക്ഷികളാണ് ഈ പ്രേമത്തിന്. അങ്ങനെയുള്ള തങ്ങളുടെ ഓമന മകനാണ് ഈ കെട്ടി തൂങ്ങി ചത്തിരിക്കുന്നത്. കാരണം എന്താ? അവള് കാരണം തങ്ങളുടെ പൊന്നുമോൻ തൂങ്ങി മരിച്ചു. ഇത്രയും ഒരു ഫ്രോഡ് പെണ്ണ് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വരാത്തത് ഇന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. ഇവള് വന്ന എല്ലാരെയും കൊല്ലും. അവള് അത്രയ്ക്ക് ഫ്രോഡാണ് അവള്. ഈ എൻ്റെ മക്കൾക്ക് വന്നതൊരവസ്ഥ ഇനി വേറൊരു മക്കൾക്ക് വരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു അത്താണിയായിരുന്നു. ഈ പെണ്ണ് തന്നെ വീട്ടിൽ ജോലി ചെയ്താണ് പഠിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത്. 1 രൂപ പോലും ഇന്നൊരു റോട്ടിൽ കിടന്നാൽ പോലും ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞു വിടുന്നത്. അപ്പം അതുപോലും അവൻ ചെയ്തിട്ടില്ല. 10 രൂപ തന്നെ എൻ്റെ കള്ളത്തരമുള്ള മോനല്ലേ, കള്ളത്തരമില്ല, ഒരു കള്ളുകൂടി അങ്ങനെ ഒരു അടിപിടി അക്രമം ഈ 21 വയസ്സ് വരെ ഒരു ഇതില്ല. ഇനി നിങ്ങൾ പറ, നമ്മൾ ഇതിൽ ആരെ കുറ്റം പറയും? തേച്ചിട്ട് പോയ ആ കാമുകിയെ കുറ്റം പറയും, അല്ലെങ്കിൽ കാമുകിയെ പോയി എന്നും പറഞ്ഞ് തൂങ്ങി ചെത്ത ആ പയ്യനെ കുറ്റം പറയുമോ? യഥാർത്ഥത്തിൽ പ്രേമം തുടങ്ങുന്നവർക്ക് തന്നെ അത് അവസാനിപ്പിക്കാനുള്ള അവകാശമുണ്ട് കേട്ടോ. നമുക്കിപ്പം എനിക്ക് വേണ്ട, അവനുമായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം എനിക്ക് തീരെ പറ്റുന്നില്ല, ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ബന്ധം അവസാനിപ്പിക്കുന്നതല്ല നല്ലത്. അല്ലാതെ ഏച്ച് കിട്ടി ഞാനിപ്പോൾ തൂങ്ങിച്ചാവും, നീ വന്നേ പറ്റുമെന്ന് പറഞ്ഞ് ഒരുപക്ഷെ വീട്ടുകാരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അവളുടെ മനസ്സ് കീഴടക്കി കല്യാണ ബന്ധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തുമാത്രം ദുരന്തമായിരിക്കും അല്ലേ? പിന്നെ കാണുന്നതും പിടിക്കുന്നതൊക്കെ എനിക്ക് വേറെ പയ്യനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് തൊഴുത്തി കുത്തും ബഹളും ആ കുടുംബം മുഴുവൻ ശിഥിലമാകും. ഒരിക്കലും സമാധാനം കിട്ടാതെ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ 2 പേരും ഇങ്ങനെ ഒരു കൂരയ്ക്കുള്ളിൽ കഴിഞ്ഞു കൂടും. അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പിരിയുന്നത് തന്നെയാണ് നല്ലത്. ഇനി പ്രേമിക്കുന്നവനും അല്ലെങ്കിൽ പ്രേമിച്ച് നിരാശ ബാധിച്ചിരിക്കുന്നവനോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന അവൾ തേച്ചു, ഇനി എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് കെട്ടി തൂങ്ങി ചത്തുന്നിരിക്കട്ടത്. ആ കുടുംബത്തെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ എന്തുമാത്രം കണ്ണീരിലാഴ്ത്തുന്നു നിങ്ങൾക്ക് അറിയാമോ? ആ കുടുംബത്തെ മാനസികമായിട്ട് തകർത്തുന്നു. അത് മാത്രമല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം ഉണ്ടാക്കുന്നു. എന്തുമാത്രം ചിലവുകൾ നിങ്ങൾ ആ വീട്ടിൽ വരുത്തുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ആ മരണം സംഭവിക്കുന്നത്. പിന്നെ ശവപ്പെട്ടി മേടിക്കണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം, ആംബുലൻസ് വിളിക്കുക, എന്തുമാത്രം ബഹളമാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അത് മാത്രമല്ല അച്ഛൻ്റെ അമ്മയുടെ ഒരുപാട് പ്രതീക്ഷകളല്ലേ അവിടെ നഷ്ടപ്പെടുത്തുന്നത്. മകനെ പഠിപ്പിക്കണം,
ജീവിക്കണം, നല്ല നിലയിലാക്കണം, അവൻ രക്ഷപ്പെട്ടിട്ട് വേണം ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആ മനസ്സിലേക്കാണ് ഇങ്ങനൊരു ഭയങ്കര ഇടുത്തി നിങ്ങൾ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ കഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഒരിക്കലും നമ്മുടെ ദൈവം തന്ന ജീവിതം എടുക്കാൻ നമുക്ക് അവകാശമില്ല. അത് ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. ഒരുപാട് നല്ല കാഴ്ചകൾ ഈ ഭൂമിയിലുണ്ട്. ആ കാഴ്ചകൾ കാണാൻ നിങ്ങൾ ജീവിച്ചിരിക്കുക തന്നെ വേണം. അതുകൊണ്ട് പ്രേമിക്കുന്നവർ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു കൂട്ടലെന്ന് മാത്രം അഭ്യർത്ഥിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.